എൻ്റെ പാപം കഴുകാൻ യേശുവിൻ്റെ രക്തം മാത്രം, എന്നെ പൂർണ്ണനാക്കുവാൻ യേശുവിൻ്റെ രക്തം മാത്രം. വില ഏറിയ ശുദ്ധമാക്കുന്ന തീ വേറെ അറിയുന്നില്ല, യേശുവിൻ്റെ രക്തം മാത്രം, എൻ്റെ യേശുവിൻ്റെ രക്തം മാത്രം, എൻ്റെ യേശുവിൻ്റെ രക്തം മാത്രം. വില ഏറിയ ശുദ്ധമാക്കുന്ന തീ വേറെ അറിയുന്നില്ല, യേശുവിൻ്റെ എൻ്റെ യേശുവിൻ്റെ രക്തം മാത്രം, എൻ്റെ യേശുവിൻ്റെ രക്തം മാത്രം, എൻ്റെ യേശുവിൻ്റെ രക്തം മാത്രം. ഹല്ലേലൂയ. സകല പാപവും പോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ? ഹല്ലേലൂയ. യേശു മരിച്ചത് ശിഷ്യന്മാർ കണ്ടു, നമ്മളാരും കണ്ടില്ല. നോക്കിക്കേ, കാണാതെ വിശ്വസിച്ചവൻ. ആ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിലുള്ളവരാണ് ആരൊക്കെ? നമ്മൾ ഓരോരുത്തരും. അന്ത്രേസിന്റെ ലിസ്റ്റിലുള്ളവരല്ല, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ളവരല്ല, പിന്നെ അവരെല്ലാം കണ്ട് വിശ്വസിച്ചവരാ. നമ്മളാരാ? കാണാതെ വിശ്വസിച്ചവർ. യേശുവിനെ കണ്ടില്ല, ക്രൂശീകരണം കണ്ടില്ല, യേശു ചെയ്ത അത്ഭുതങ്ങളൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ അറിയുന്നു. എങ്ങനെ അറിയുന്നു? ഒരുവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നെന്നും, ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്നും, ഇന്നും ജീവിക്കുന്നു എന്നും, വീണ്ടും നമ്മെ ചേർപ്പാൻ വരുമെന്നും ആരറിയുന്നു? നമ്മൾ അറിഞ്ഞ് നമ്മൾ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി, യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ, കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ, ചേരുന്ന വേഗത്തിൽ ഇൻപവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം, ചേരുന്ന വേഗത്തിൽ ഇൻപവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ആമേ ചേരുന്ന കരമടിച്ച് പാടിക്കേ. ഇൻപവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം, ചടുചാടെ ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ, ചടുചാടെ ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ, പാരിൽ പത്തിടുന്ന മന്നാളിൽ രൂപാന്തരം പ്രാപിക്കും, പാരിൽ പത്തിടുന്ന മന്നാളിൽ രൂപാന്തരം പ്രാപിക്കും, ചേരുന്ന വേഗത്തിൽ ഇമ്പവീടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം, ആമേൻ. ചേരുന്ന വേഗത്തിൽ ഇമ്പവീടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലൻ ഓരോ സെക്കൻഡും, ഇന്നലെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ഭാഗം, പത്രോസ് അപ്പോസ്തലൻ 2 ലേഖനങ്ങൾ, അറിയാൻ പാടില്ലാത്ത വലിയ ജ്ഞാനമൊന്നുമില്ലാത്ത ആൾ എഴുതിയ 1 പത്രോസും 2 പത്രോസും ധ്യാനിച്ചാൽ അതിനകത്ത് കിടക്കുന്ന വാക്യശകലം നമ്മൾ അതിശയിച്ചു പോകും. അത്രയും ദൈവം എന്ത് കൊടുത്തു? ആഴമായ കൃപ കൊടുത്തു. ഇന്നലെ പറയാൻ വിട്ടുപോയി ഞാൻ. ദൈവത്തിന് സ്തോത്രം. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ അത് വിട്ടുപോയി. 2 ലേഖനങ്ങൾ നമുക്ക് വേണ്ടി അപ്പോസ്തലൻ തന്നിട്ടാ പോയേ. ഹല്ലേലൂയ. അപ്പോൾ ഈ അപ്പോസ്തലനാകുന്ന പൗലോസ് മനുഷ്യരോട് പ്രാപിച്ച സുവിശേഷമല്ല. വായിച്ചേ ഗലാത്യർ. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. അടുത്ത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചു. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. അപ്പോൾ വേറെ ഒന്നിന്. അപ്പോൾ എങ്ങനെയാണ് അപ്പോസ്തലൻ ഇതെല്ലാം പഠിച്ചതും പ്രാപിച്ചതും? വെളിപ്പാടിലൂടെ എല്ലാം കണ്ടു, വെളിപ്പാടിലൂടെ എല്ലാം മനസ്സിലാക്കി. യേശു ആരെന്ന് കണ്ടു, യേശു കർത്തൃമേശ കൊടുക്കുന്നത് കാണിച്ചു കൊടുത്തു, യേശു വചനം പഠിപ്പിച്ചു കൊടുത്തു. ഒരു ഗുരുവായ യേശു ഇരുന്നു, യേശുവിൻ്റെ പാദത്തിൽ ഒരു ശിഷ്യനായ അപ്പോസ്തലൻ ഇരുന്നു. ഓരോ വരിയും ദൈവം പറഞ്ഞു കൊടുത്തു, ആഴമായി വെളിപ്പെടുത്തി കൊടുത്തു.
ഈ ആഴമായ വെളിപ്പാട് പ്രാപിച്ച മനുഷ്യൻ കുലുങ്ങിപ്പോയില്ല, അല്ലെങ്കിൽ കുലുങ്ങുമായിരുന്നു. മനുഷ്യനിൽ നിന്നാണ് പ്രാപിച്ചതെങ്കിൽ കുലുങ്ങുമായിരുന്നു. പക്ഷെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കിയാൽ അയാൾ കുലുങ്ങിയുമില്ല, ആർക്കും അയാളെ തകർക്കാനും പറ്റിയില്ല. സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. യഹൂദ മതത്തിലെ എന്റെ മുമ്പിലെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃ പാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എന്റെ ജനനം മുതൽ അടുത്ത് എന്നെ വേർതിരിച്ച് കണ്ടോ, എല്ലായിടത്തു നിന്നും വേർതിരിച്ചു. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, ജഡചിന്തയിൽ നിന്ന്, സകലത്തിൽ നിന്ന് ഒന്നൊന്നായിട്ട് യേശുക്രിസ്തു എന്ത് ചെയ്തു? വേർതിരിക്കാൻ കണ്ടിരുന്നു ഈ മനുഷ്യനെ അപ്പച്ചൻ്റെ വേലയ്ക്കായിട്ട്. കണ്ടിരുന്നു പണ്ടേ. വായിച്ചേ. എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ. എത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഞാൻ മനുഷ്യന്റെ അടുത്ത് പോയില്ല, ആരടുത്തും പോയില്ല. അടുത്ത് നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങി പോരുകയും ചെയ്തു. അറബി പോയി അവിടെ കാത്ത് ദൈവഭാഗത്ത് കിടന്നു വർഷങ്ങൾ. ആരുടെ മുമ്പിൽ? ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവം ഓരോ സമയത്തും വെളിപ്പാട് കൊടുത്തു. അങ്ങനെ കൊടുത്ത ഒരു വെളിപ്പാടാണ് ഇത്, കർത്താവിൽ നിന്ന് പ്രാപിച്ച കർത്തൃമേശയും. ഇതുപോലെ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ് എന്തോന്ന്? കർത്തൃമേശയും. യേശുവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ച ഒരു മനുഷ്യൻ. സ്തോത്രം. അത് ഇന്നും ദൈവം നമുക്കിതുപോലെ പറഞ്ഞു തരും. ഇന്നും അന്ന് അപ്പോസ്തലനോട് പറഞ്ഞ അതേ ദൈവം ഇന്നും ദാഹത്തോട്, ഇന്നലെ സിസ്റ്റർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ, വില കൊടുത്തിരിക്കുന്നവരുടെ മുമ്പിൽ കർത്താവ് വിലയായി ഇറങ്ങി വരും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിനെ വിലയുള്ളവനായി കണ്ട് കർത്താവിൻ്റെ മുമ്പിൽ കാത്തിരുന്നാൽ കർത്താവ് എന്തു ചെയ്യും? അതത് സമയങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടത് ആഴമായത് എന്തു ചെയ്യും? വെളിപ്പെടുത്തി തരും. അതേസമയം പുറത്തുള്ളത് ഭക്ഷിച്ച് പോയാൽ മതിയെങ്കിൽ പെട്ടെന്നൊന്ന് വായിച്ച് പോയാൽ മതി. പക്ഷെ ആഴത്തിലുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് വില കൊടുത്താലേ എന്ത് കിട്ടൂ? ഇത് പുറത്തുകൂടെ ആണെങ്കിൽ വന്ന് കണ്ടുപോകാം. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ വീണിരുന്നാൽ, സമയം ചെലവഴിച്ചാൽ, കർത്താവിൻ്റെ മുമ്പിലിരുന്നാൽ, ആമേൻ, ഇതിനകത്തുള്ള മർമ്മങ്ങളെല്ലാം അതിനെ കർത്താവ് നമുക്ക് വ്യാഖ്യാനിച്ച് നമുക്കതിനെ വെളിപ്പെടുത്തി, അത് നമുക്ക് വെളിപ്പെടുത്തുക മാത്രമല്ല, അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുക്കുക മാത്രമല്ല, അത് ജീവനായി, ജീവിതമായി ശരീരത്തിലങ്ങ് നിറഞ്ഞു. ഞാൻ ചിന്തിക്കുന്നു, ഇത് വെളിപ്പാട് കിട്ടുമ്പോഴല്ല ഈ വചനം ആ മനുഷ്യൻ്റെ അകത്തങ്ങ് ഭാഗമായി. ജീസസ്, ഹല്ലേലൂയ. അപ്പോൾ വെളിപ്പാട് കിട്ടി ഒരാൾ ചെയ്യുന്ന ശുശ്രൂഷയും വെളിപ്പാട് കിട്ടാതെയുള്ള പ്രസംഗവും ശുശ്രൂഷയും രണ്ടാണ്. വെളിപ്പാട് കിട്ടി കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിൽക്കുന്നതും കർത്താവിൽ നിന്ന് പ്രാപിക്കാതെ നിൽക്കുന്നതും രണ്ടാണ്. ഇവിടെ ഈ മനുഷ്യൻ പ്രാപിച്ചിട്ട് നിന്നു. ഒന്നുകൂടെ വായിച്ചാൽ വരി. ഇപ്പൊ രണ്ട് വാക്യം ലാസ്റ്റ്. എന്നെ വേർതിരിച്ച് തന്റെ കൃപയിൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിനെ അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കും. ഞാൻ ബന്ധുക്കളോടൊന്നും എന്ത് ചെയ്യില്ല. നമ്മളൊക്കെ ആണെങ്കിൽ എല്ലാവരോടും ചോദിക്കും. രക്ഷ സത്യമാണെന്ന് പറഞ്ഞാൽ, മാനസാന്തര സത്യമാണെന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് സത്യമാണ്, സ്നാനപ്പെടണം എന്ന് പറഞ്ഞാൽ ആൾക്കാരോട് ചോദിക്കും. അവർ പറയും ഒരിക്കലും സ്നാനപ്പെടല്ലേ എന്ന് പറയും. പക്ഷേ ഈ മനുഷ്യൻ ആരോടും ചോദിച്ചില്ല. അതാണ് എൻ്റെ സത്യം. ആരോടും ചോദിച്ചില്ല. അടുത്ത് മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ. അപ്പോസ്തലന്മാരുടെ അടുക്കൽ ഉപദേശം ചോദിച്ചില്ല. അടുത്ത്
നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങി പോരുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. കണ്ടോ, ദൈവത്തിൽ നിന്ന് ഈ അപ്പോസ്തലൻ പ്രാപിച്ചതുപോലെ പ്രാപിച്ച ഒരു വെളിപ്പാടാണ് 1 കൊരിന്ത്യർക്ക് ലേഖനം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം മുതൽ വായിച്ചേ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്പൊ നമ്മൾ ഇവിടെ കർത്തൃമേശ കൊടുക്കുന്നത് യേശുവിന്റെ ഓർമ്മയ്ക്കായിട്ട്. എന്തോന്ന് ഓർമ്മ? എനിക്ക് വേണ്ടി ഒരുവൻ മരിച്ചു. സ്വത്രം. ഞാൻ നരകത്തിലല്ല പോകേണ്ട, ഇനി സ്വർഗത്തിലേക്ക് പോകും. ഹല്ലേലൂയ. എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരുവൻ എനിക്ക് വേണ്ടി വില കൊടുത്തു, അത് യേശു ക്രിസ്തു. എന്നെ നരകത്തീക്കകത്ത് രക്ഷിക്കുവാൻ ഒരാൾ വില കൊടുത്തു. ആ വില കൊടുത്ത ആൾ യേശു ക്രിസ്തു ആണ്. അത് ഓർക്കുന്നതാണ് കർത്തൃമേശ. ഇവിടെ ഞാൻ ഓർക്കുമ്പോൾ വീണ്ടും ഞാൻ പ്രസ്താവിക്കുകയാണ്, എനിക്ക് വേണ്ടി ഒരുവൻ മരിച്ചു, എൻ്റെ നിത്യനരകം പോയി, എനിക്ക് നിത്യത കിട്ടി എന്ന് ഓർക്കുകയാണ് ഈ കർത്തൃമേശയിൽ നടക്കുന്നത്. അടുത്ത വാക്യം വായിച്ചേ. ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത് ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. എന്റെ ഓർമ്മയ്ക്കായി, കർത്താവിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുകയാണ്. യേശുവിന്റെ രക്തം എന്റെ സകല പാപം പോക്കി എന്നുള്ള ഓർമ്മ. സ്തോത്രം. എനിക്ക് വേണ്ടി ഒരാൾ മരിച്ചു, ഞാൻ നരകമെന്ന മരണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഇനി പാപത്തിന് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ രക്തമുണ്ട്. ആ രക്തം എൻ്റെ സകല പാപം പോക്കി. സ്തോത്രം. കണ്ടോ, യേശുവിൻ്റെ മരണം എൻ്റെ വിജയം, യേശുവിൻ്റെ ക്രൂശ് മരണം എൻ്റെ വിജയം. നമ്മുടെ വിജയമാണ് ക്രൂശിൽ നടന്നത്, അല്ലേ? ആൾക്കാർ നോക്കിക്കൊണ്ടുപോയപ്പോൾ എന്താ പറഞ്ഞേ? അയ്യേ നാണക്കേടായി, നീ ദൈവം എന്നൊക്കെ പറഞ്ഞല്ലോ, ഇപ്പോൾ എന്തായി? നീ ദൈവമാണെങ്കിൽ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞു, അല്ലേ? പക്ഷെ ദൈവം തന്നെയായിരുന്നു. യേശു മരിച്ചില്ലെങ്കിൽ നമുക്ക് വിടുതൽ ഇല്ല. അതുകൊണ്ട് യേശുവിനെ കളിയാക്കുമ്പോഴും യേശു അവിടെ തന്നെ കിടക്കുകയായിരുന്നു. യേശു മരിച്ചു. യേശുവിൻ്റെ മരണത്തിലൂടെ കോടിക്കണക്കിന് ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നവരുടെ ജയമാണ് അവിടെ നടന്നത്. അവിടെ പിശാചിൻ്റെ തല തകരുകയായിരുന്നു. ഹല്ലേലൂയ. അന്ധകാര ശക്തി ഇവിടെ തല തകർന്നുകൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ ഈ രാവിലെ സമയവും കർത്തൃമേശയുടെ മുൻപിലേക്ക് നമ്മൾ അടുത്തു വന്നിരിക്കുമ്പോൾ, പൈതലേ, എനിക്ക് വേണ്ടി യേശു മരിച്ചു, യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും എന്ന് സ്വത്രം നമ്മൾ കരുതുകയും ചിന്തിക്കുകയും ഓരോ സെക്കൻഡ് പ്രാർത്ഥിച്ച് പുതുക്കപ്പെടുകയും ചെയ്യണം. യേശു മരിച്ചു എന്ന് ഓർക്കുന്നതാണ് കർത്തൃമേശ. യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപം പോക്കിയെന്ന് ഓർക്കുന്നതാണ് ഈ കർത്തൃമേശ എന്ന് പറയുന്നത്. വായിച്ചേ അടുത്ത വരി. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവ് വരും വരെ ഞാൻ പറയുകയാണ്, എനിക്ക് വേണ്ടി എൻ്റെ യേശു മരിച്ചു. ഞാനിനി നരകത്തിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല. എനിക്ക് വേണ്ടി ഒരുവൻ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു, അത് യേശു എന്ന് വരെ പറയണം. ഒന്നുകൂടെ വായിച്ചേ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവ് വരുവോളം മരണത്തെ പ്രസ്താവിക്കുക. അടുത്ത്, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ, അയോഗ്യമായിട്ട് എന്ത് തിന്നാൻ പാടില്ല? യോഗ്യതയോടെ തന്നെ. യോഗ്യരാക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു നീതി പ്രവൃത്തിയാണോ? പിന്നെ നമ്മളെ നീതി പ്രവൃത്തി ഒന്നും യോഗ്യരാക്കത്തില്ല. പിന്നെ യേശുവിൻ്റെ രക്തം നമ്മളെ യോഗ്യരാക്കും. നീതി പ്രവൃത്തി ഒന്നും യോഗ്യരാക്കത്തില്ല. നമ്മളെന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്തു, കുറച്ച് പാടി, ഇതൊന്നും എന്നെ ആരാക്കൂല, യോഗ്യരാക്കൂല. എന്നെ യോഗ്യരാക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. സ്തോത്രം. കർത്തൃമേശയ്ക്ക് എന്നെ യോഗ്യരാക്കുന്നത് യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപം പോക്കി. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം സകല പാപം എന്ത് ചെയ്യും? പോക്കും. വായിച്ച ഒന്നുകൂടെ, ഇപ്പോൾ വായിച്ച വരി. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. വരുവോളം യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പ്രസ്താവിക്കുകയാണ്. അപ്പോൾ ആ കർത്താവിൻ്റെ രക്തം നമ്മൾ എന്ത് ചെയ്യും? കർത്താവിൻ്റെ പൈതലാക്കി, വിശുദ്ധ പൈതലാക്കി, യോഗ്യതയുള്ള പൈതലാക്കി യേശുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കും. ആ യോഗ്യതയുള്ള കണ്ണുകളടച്ച് ആ യോഗ്യതയുള്ള യോഗ്യരാക്കുന്ന ആ രക്തത്തിൽ ആശ്രയിച്ച്